ഒരു ഞെരുക്കത്തോടെ ആ ജനലുകൾ തുറക്കപ്പെട്ടു. തുറന്നു കിടന്നിരുന്ന ആ മുറിയുടെ വാതിൽ ലക്ഷ്യമാക്കി കാറ്റ് ആ ജനലിലൂടെ പാഞ്ഞു കയറിക്കൊണ്ടിരുന്നു. പതിവിലും കൂടുതൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു അന്ന്. നിലാവുണ്ടോ എന്നറിയാനായി ശ്യാം പുറത്തേക്ക് നോക്കി. ഇല്ല, ആ ആകാശത്തിൽ എവിടെയും ചന്ദ്രനെ അവൻ കണ്ടില്ല. എന്നാൽ നിറയെ നക്ഷത്രങ്ങളുണ്ട്. എന്നും ഇത്രയേറെ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടാകാറുണ്ടോ? അതോ ഇന്ന് മാത്രമാണോ? അതിനുത്തരം അവനും അറിയില്ലായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം ആ വഴിയിലാകെ പടർന്നു കിടന്നിരുന്നു. അകലെ എവിടെയോ നിന്നും ഹോൺ മുഴക്കിക്കൊണ്ടു പോകുന്ന തീവണ്ടിയുടെ ശബ്ദം കേൾക്കാം. അതിന് കാതോർത്ത് അവൻ ആ ജനലരികിലായി അങ്ങനെ നിന്നു. നരിച്ചീരുകൾ അങ്ങിങ്ങായി പറന്നു കളിക്കുന്നുണ്ടായിരുന്നു. അവയിലൊന്ന് അവൻ്റെ ജനലിന് മുന്നിലൂടെ പറന്നുപോയി. വലിയ മുഴക്കത്തോടെ കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. ഒരു കൂട്ടം പട്ടികൾ ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുവട്ടിലായി കൂടി നിൽക്കുന്നു. ആ തെരുവിൻ്റെ അവസാനത്തിൽ റോഡ് രണ്ടായി പിരിയുന്നതിൻ്റെ അവിടേക്ക് നോക്കി അവ കുരയ്ക്കാൻ തുടങ്ങി. അവൻ ഒരിക്കൽ കൂടി ആകെ ഒന്ന് വീക്ഷിച്ചു. എന്നിട്ടവൻ സ്വയം പറഞ്ഞു, ഞാൻ ഈ കാഴ്ചകളെല്ലാം മുൻപൊരിക്കൽ കണ്ടിട്ടുണ്ടല്ലോ. ഏയ്, തോന്നലായിരിക്കാം. അല്ല, തോന്നലല്ല. ഈ തീവണ്ടിയുടെ ശബ്ദവും കാറ്റും ചന്ദ്രനില്ലാതെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ഈ ആകാശവും എല്ലാം മുമ്പെപ്പോഴോ കണ്ടതുപോലെ. കാറ്റ് വലിയ ശബ്ദങ്ങളുണ്ടാക്കി ജനലിലൂടെ അകത്തേക്ക് ഇരച്ചു കയറി. അവനറിയാതെ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. കുത്തിയൊഴുകുന്ന പുഴയുടെ കരയിൽ മഴ നനഞ്ഞ് ചെളിയിൽ കാലുകൾ പൂഴ്ത്തി അനങ്ങാതെ നിൽക്കുന്ന ചാരമുണ്ടിയെ നോക്കിക്കൊണ്ട് ദുർഗ ലീനയോട് ചോദിച്ചു, പ്രതീക്ഷകളും പ്രത്യാശകളുമാണല്ലേ എല്ലായിടത്തും? അതെ, പ്രതീക്ഷകളാണ് എന്നോ മടുപ്പ് തോന്നി തുടങ്ങിയ ജീവിതത്തിനെ ഇന്നും വലിച്ചു നീക്കുന്നത്. ഇതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്നോ തീർക്കാൻ ഉറപ്പിച്ച യാത്രയാണിത്. ലീന എങ്ങനെയൊക്കെയോ പറഞ്ഞിപ്പിച്ചു. കടലുണ്ടി പുഴയുടെ മുകളിലൂടെ കടന്നു പോകുന്ന ആ കണ്ണൂർ എക്സ്പ്രസിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ചെറിയ വള്ളങ്ങളിൽ കല്ലുമക്കായ വരാൻ പോകുന്നവരെ നോക്കി ലീന തുടർന്നു. എന്നെങ്കിലും ഒരു നാൾ രക്ഷപ്പെടുമെന്ന പ്രത്യാശ ആണിപ്പോൾ ബാക്കിയുള്ളത്. എന്നെങ്കിലും. മഴച്ചാറ്റലേറ്റുകൊണ്ട് ആ വാതിലിൽ ചാരി നിന്ന് ലീന എന്ത് മറുപടി പറയണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ദുർഗ വീണ്ടും ചോദിച്ചു, ദേ ലീനെ, ഈ പുഴ ഇപ്പം തീരും, ഞാൻ ചാടട്ടെ? ഞാനും ഇപ്പോൾ അതുതന്നെയാണ് ആലോചിച്ചത്, ലീന അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ലീനയുടെ ആ മറുപടി പ്രതീക്ഷിച്ചിരുന്ന പോലെ ദുർഗ ഒരല്പം നിഗൂഢമായി ചിരിച്ചു. മഴ കലക്കിയ പുഴ ചെളി നിറഞ്ഞൊഴുകുകയാണ്. തുരുത്തുകളിലേക്ക് കെട്ടിയ ബോട്ടുകൾ ഓളങ്ങളിൽ ആടിയുലയുന്നുണ്ടായിരുന്നു. ബോട്ടിന്റെ തീരത്തിനോട് ചേർത്ത് കെട്ടിയിരുന്ന ആ കയറിൽ ഇരുന്ന നീലപ്പൊന്മാൻ ലീന നോക്കി നിൽക്കെ കടലുണ്ടി പുഴയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. ഇത്രയേ ഉള്ളൂ? ഇതിന്റെ ബാക്കി എവിടെ? താൻ എന്തിനാ എല്ലാ കഥകളും ഇങ്ങനെ ഓപ്പൺ എൻഡഡ് ആക്കി നിർത്തിവെക്കുന്നത്? വെറുതെ ഒരു സുഖം. എനിക്കതത്ര സുഖമായി തോന്നുന്നില്ല. നല്ലതോ ചീത്തയോ എനിക്കിതൊന്ന് മുഴുവനായി എഴുതിക്കൂടെ? എൻ്റെ നല്ലത് മറ്റുള്ളവർക്ക് നല്ലതല്ലെങ്കിലോ? ശ്യാം, ഒഫൻഡഡ് ആവല്ലേ? ഹേയ്, ഒഫൻഡഡ് ആയിട്ടല്ല. എൻ്റെ കഥകളുടെ ഭംഗി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ എല്ലാ കഥകളുടെ അവസാനം ഞാൻ വായനക്കാരൻ്റെ ഭാവനയ്ക്ക് വിട്ടുകൊടുക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ളത് കൂട്ടിച്ചേർക്കാനായി ഒരു സ്ഥലം ഒഴിച്ചിടാനാണ് എനിക്കിഷ്ടം. ശരിക്കും എന്താ ഉണ്ടായത്? അവർ പുഴയിലേക്ക് ചാടിയോ? തനിക്കെന്ത് തോന്നുന്നു? ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് മതി. അത്ര ഞാൻ ഉദ്ദേശിച്ചു. എക്സ്റ്റീരിയർ ടെറസ് നൈറ്റ്. തണുത്ത കാറ്റ് കിഴക്കെവിടെ നിന്നും അവർക്കിടയിലേക്ക് ഒഴുകിയെത്തി. കാറ്റിൽ അവർ പുതച്ചിരുന്ന പുതപ്പിന്റെ തുറന്നു കിടന്നിരുന്ന ഭാഗത്തിലൂടെ തണുപ്പിരച്ചു കയറി. സുൽഫി ശ്യാമിനോട് ഒന്നുകൂടെ ചേർന്ന് കിടന്നു. ശ്യാം അവന്റെ ഇടത് കൈ അവൾക്ക് തലയണിയായി നൽകി. ശ്യാമിനോട് ചേർന്ന് ആകാശത്തേക്ക് നോക്കി അവളും കിടന്നു. എവിടെയോ മഴ പെയ്യുന്നുണ്ട്.
മഴവെള്ളം മണ്ണിലേക്ക് വീഴുമ്പോൾ വരുന്ന മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ ജോൺസൺ മാഷിന്റെ പാട്ടുകൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ആകാശത്തിൽ ഇത്രയേറെ നക്ഷത്രങ്ങൾ എന്നും ഉണ്ടാകാറുണ്ടോ? ചന്ദ്രൻ ചിത്ര ഒരു മിനിറ്റ്. എനിക്ക് ഈ ജോൺസൺ മാഷിൻ്റെ പരിപാടിയൊക്കെ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് തന്നെ തോന്നണത് അഭി അല്ലേ? എന്താ എല്ലാ ചിത്ര അത് വേണ്ട, അത് ഓഡിയൻസിന് വർക്കാവുന്ന പരിപാടി അല്ല അത്. ഋഷി ഒരു കാര്യം ചെയ്തോ, ആ പോർഷൻ അങ്ങ് കട്ട് ചെയ്തോ. എവിടുന്ന് ശ്യാമിനോട് ചേർന്ന് കിടന്ന് ആകാശത്തേക്ക് നോക്കി എന്ന് പറയുന്ന ഭാഗമല്ലേ, അതിന് ശേഷം വരുന്ന ജോൺസൺ മാഷിൻ്റെ ആ ഒരു ഇത് മൊത്തം കട്ട് ചെയ്തിട്ട് നേരെ അപ്പുറത്തെ പേജിലേക്ക് അഭിയൊന്നും അപ്പുറത്തെ പേജിൽ ഓർമ്മകളെന്ന് മരിക്കും ശ്യാം എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമല്ലേ, സുൽഫി ചിത്ര കിട്ടിയ. അപ്പോൾ അത് അവിടുന്ന് എടുക്കുക, അവിടുന്ന് ജോയിൻ ചെയ്യാം, ബാക്കിയെല്ലാം അല്ലേ? ഓക്കെ. അഭി, നമ്മളന്ന് പറഞ്ഞിട്ടില്ല മറ്റേ മുടിയുടെ കാര്യം, നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ? നടക്കൂലല്ലേ? മനസ്സിലായി. ആ കുഴപ്പമില്ല. 3 നായകനാണ്. ചിത്രോട് ഓക്കെ. ഒരു ചായ കിട്ടുമോ? വർക്കൗട്ടാവാത്തവരെ തോന്നുന്നുണ്ടല്ലോ. നൈസ് ആർട്ടിസ്റ്റാണ്, എന്തോട്ടും ഡയലോഗ് മീറ്റർ കറക്റ്റാണ്. അവിടെ പിക്ക് ചെയ്തോളാം, സ്റ്റാർട്ടിങ് അല്ലേ, കുഴപ്പമില്ല, നല്ല ആർട്ടിസ്റ്റാണ്. സുൽഫിയുടെ ക്യാരക്ടറിൻ്റെ ലുക്ക് വൈസുകൾ ആക്റ്റാണ്. ലുക്കിന് എന്താ കുഴപ്പം? ക്യൂട്ടല്ലേ? കുഴപ്പമില്ല അല്ലേ? ഇല്ല ക്യൂട്ടൊക്കെ ഓക്കെ. കട്ട് ചെയ്ത് അതിന് ഇയാളിങ്ങനെ എല്ലാം കട്ട് ചെയ്ത ലാസ്റ്റ് സ്ക്രിപ്റ്റ് 2 പേജ് ഉണ്ടാവില്ല. ഋഷി അത് നോട്ട് ചെയ്യണില്ലേ? നോട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഹലോ എടി, നീ പറഞ്ഞ പോലെ തന്നെ സെറ്റ്. ഇപ്പൊ ഒരുത്തരം ഞാൻ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. പിന്നെ ഡയറക്ടർ ഉണ്ടല്ലോ, അവൻ ആരാന്ന് അവന്റെ വിചാരം? ഓഡിയൻസിനൊന്നും വരയ്ക്കാവില്ല അത്രേ. കാലാബോധം ഇല്ലാത്ത കാട്ടുകോഴി. ഇപ്പൊ വിളിക്കും പട്ടിഷോ കാണിക്കാനായിട്ട്. ഞാൻ പിന്നെ വിളിക്കാം. എടാ, ഈ ജോൺസൺ മാഷിന്റെ കഥകൾ എന്നൊക്കെ പറഞ്ഞാലേ അത് ജോൺസൺ മാഷല്ല, പിന്നെ ജോസഫ് മാഷ്. ജോസഫ് മാഷ് ഓടെ അയാൾ ജോൺസൺ മാഷ് എന്ന് പറഞ്ഞേ. എടാ, ജോൺസൺ മാഷ് തന്നെ പറഞ്ഞു, ഞാനും കേട്ടില്ല. എന്നിട്ടല്ലേ അത് വെട്ടിത്തിരുത്താനൊക്കെ പറഞ്ഞേ. ജോസഫ് നീ പുള്ളിയുടെ ഈ എന്താ കഥയോ കവിതയോ? ഒന്നാമത് അയാൾ കഥകളില്ല, കവിതകളാണ് എഴുതാ കണ്ടിട്ടുണ്ടാ? വായിച്ചിട്ടുണ്ടാ? പറഞ്ഞ പറ. കായലിലെ പായൽ. കായലിലെ പായലോ? യെസ്. ഓടെ പിന്നെ സീരിയസ് ആയിട്ടും സത്യമായിട്ടും കായലിലെ പായലോ? അയച്ചു തരുമോ? ഇല്ല. എന്താ സ്ഥലത്ത് അയച്ചാലും പറ്റില്ല. എന്തടാ അതില്ല. പറയടാ. കവി മനുഷ്യനോടെ കായില്ലാണ്ടിരിക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ അലാക്കിൻ്റെ ഒരു കഞ്ഞിയായിട്ട് ഒരുത്തം മുടി തൊടാനും സമ്മതിക്കൂല. എന്താ
കറക്റ്റ് ചെയ്ത ഭാഗത്ത് തൊട്ട് തുടങ്ങിയാൽ പേജ് നമ്പർ 5 സ്റ്റാർട്ട്. വീണ്ടും റെഡിയല്ലേ? എക്സ്റ്റീരിയർ ടെറസ് നൈറ്റ്. തണുത്ത കാറ്റ് കിഴക്ക് എവിടെ നിന്നോ അവർക്കിടയിലേക്ക് ഒഴുകിയെത്തി. കാറ്റിൽ അവർ പുതച്ചിരുന്ന പുതപ്പിൻ്റെ തുറന്നു കിടന്നിരുന്ന ഭാഗത്തിലൂടെ തണുപ്പ് ഇരച്ചു കയറി. സുൽഫി ശ്യാമിനോട് ഒന്നുകൂടെ ചേർന്ന് കിടന്നു. ശ്യാം അവൻ്റെ ഇടതു കൈ അവൾക്ക് തലയിണയെ നൽകി. ശ്യാമിനോട് ചേർന്ന് ആകാശത്തേക്ക് നോക്കി അവളും കിടന്നു. ഓർമ്മകൾ എന്ന് മരിക്കും ശ്യാം. എന്തിനാണിപ്പോൾ എന്നോട് ഈ ചോദ്യം എന്നോർത്ത് ശ്യാം അവളെ നോക്കി. സുൽഫി അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കവിളിലേക്ക് പടർന്നിറങ്ങി. ഓർമ്മകൾക്ക് മരണമില്ല. മറ്റുള്ളവരുടെ ഓർമ്മകളിൽ നിന്ന് നമ്മൾ മറയുന്നത് വരെ നമുക്ക് ആർക്കും മരണമില്ല. ഇത് കേട്ട് സുൽഫി ഒന്ന് മൂളുകുമോ? മൗനം, നീണ്ടുനിന്ന മൗനം. അത് വല്ലാതെ തന്നെ വരിഞ്ഞു മുറുകുന്നത് പോലെ ശ്യാമിന് തോന്നി. കണ്ണുനീർ സുൽഫിയുടെ കവിളുകളിൽ നിന്നും ശ്യാമിൻ്റെ നെഞ്ചിലേക്ക് പടർന്നിറങ്ങി. വീണ്ടും തണുത്ത കാറ്റ്. കാറ്റിൻ്റെ മൂളക്കവും വടക്കോട്ട് പോകുന്ന തീവണ്ടിയുടെ ഇടയ്ക്കിടെയുള്ള ഹോൺ ശബ്ദവുമല്ലാതെ മറ്റൊന്നും അവരുടെ ആ മൗനത്തിനിടയിൽ ഇല്ലായിരുന്നു. ഈ നക്ഷത്രങ്ങൾ നമ്മളെ കാണാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഒരടച്ചിട്ട മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ വെച്ച് ചെയ്യേണ്ട കാര്യമല്ലേ നമ്മൾ ഈ ഓപ്പൺ ടെറസിൽ വെച്ച് ചെയ്തത്? അത് കാണാൻ എന്നോണം മന നിറയെ നക്ഷത്രങ്ങളും. ശ്യാം പതുക്കെ ചിരിക്കേ, നാട്ടുകാർ കേൾക്കും. അത് ശരി, ഇത്രയേറെ നക്ഷത്രങ്ങൾ നോക്കിയത് കുഴപ്പമില്ല. ഇനി നാട്ടുകാർ കേൾക്കുന്നതാണോ നിന്റെ കുഴപ്പം? ശ്യാം, ശ്യാം, പറയ്. നമുക്ക് ശരിക്കും വട്ടാണല്ലേ? അതുകൊണ്ടല്ലേ താൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതും എന്നത് അപ്പം തന്നെ സാധിച്ചു തന്നതും. നമ്മുടെ ഈ ബന്ധത്തിൽ തനിക്ക് മടുപ്പ് തോന്നി തുടങ്ങുമ്പോൾ താൻ എന്നോട് പറയണം. അതാണ് നമ്മുടെ ഉടമ്പടി. ഇതിപ്പോൾ എന്തിനാണ് ഈ സംസാരം എന്നാലോചിച്ച് ശ്യാം കണ്ണുകളടച്ച് മിണ്ടാതെ കിടന്നു. അല്പസമയത്തിന് ശേഷം ശ്യാം പറഞ്ഞു, തൻ്റെ വാപ്പച്ചിയുടെ ഈഗോസ്റ്റിക് ട്രേറ്റ്സ് കുറച്ചൊക്കെ തൻ്റെ ഉള്ളിലുണ്ടോ? പെട്ടെന്നൊന്നും അങ്ങനെ മടുപ്പ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അതിന് മുന്നേ തൻ്റെ ശാന്തംപാറയിൽ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് അതിന് മുന്നേ ആയിട്ടൊന്ന് ഇൻട്രപ്റ്റ് ചെയ്യണ പോലെ പറഞ്ഞത്. ഒരു പക്ഷേ അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ആ ഒരു കാരണം ഞാൻ പറഞ്ഞു തീരുന്നത് കഴിഞ്ഞിട്ടാണ് അത് തന്നെ. അപ്പോൾ കറക്റ്റ് ഒരു പക്ഷേ എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇട്ടുതരാം. ഇതിപ്പോൾ എന്തിനാണ് ഈ സംസാരം എന്നാലോചിച്ച് ശ്യാം കണ്ണുകളടച്ച് മിണ്ടാതെ കിടന്നു. അല്പസമയത്തിന് ശേഷം ശ്യാം പറഞ്ഞു, തൻ്റെ വാപ്പച്ചിയുടെ ഈഗോയിസ്റ്റിക് ട്രേറ്റ്സ് കുറച്ചൊക്കെ തൻ്റെ ഉള്ളിലുണ്ടോ? പെട്ടെന്നൊന്നും അങ്ങനെ മടുപ്പ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ശാന്തംപാറയിൽ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്ത് ഭംഗിയായിരിക്കുമല്ലേ കാഴ്ച കാണാൻ. 12 വർഷം കൂടുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ച. താമല്ല ടോപ്പിക്ക് മാറ്റാണോ? തനിക്കെങ്ങനെ തോന്നിയോ? തോന്നി. ഞാൻ എൻ്റെ വാപ്പച്ചിയെ പോലെയാന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞാലും നമ്മൾ എവിടെയൊക്കെ അവരുടെയൊക്കെ ബാക്കി തന്നെയാണ്. അത് ശ്യാമിൻ്റെ തോന്നലായിരിക്കും. നമ്മുടെ കാര്യം തൻ്റെ വാപ്പച്ചി അറിഞ്ഞോ? അറിഞ്ഞാലെന്താ? വാപ്പച്ചി അറിഞ്ഞാൽ എനിക്ക് പുല്ല. അതെവിടെ? താൻ എനിക്കൊരു പാട്ട് പാടിത്താ. താനല്ല വലിയ ഗായിക, താൻ തന്നെ പാടിയാൽ മതി. പ്ലീസ്, ഒരു 2 വരി. നാളെ താൻ മരിച്ചു പോയാൽ ഒരു പക്ഷേ എനിക്ക് ഈ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റിയില്ലല്ലോ എന്ന് മുകളിൽ പോയിരുന്ന് താഴോട്ട് നോക്കുമ്പോൾ തനിക്ക് തോന്നും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ താൻ എന്നെ മറക്കുമോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? താൻ എന്നെ മറക്കുന്നത് വരെ ഞാനിവിടെയൊക്കെ തന്നെ കാണും.
എപ്പോഴും ഓർത്തില്ലെങ്കിലും മറക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. സുൽഫി അവളുടെ മുടിയിഴകൾ ഒരു വശത്തേക്ക് ഒതുക്കി വെച്ച് ശ്യാമിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. ശ്യാം അവളുടെ ശരീരം അവൻ്റെ ശരീരത്തോട് ചേർത്ത് കിടത്തി. മുടിയിഴകൾ തഴുകി. കണ്ണുകൾ 2 വിരലുകൾ കൊണ്ട് അടച്ചു പിടിച്ചു. അവൻ പാടി. നിന്നിൽ നീയായി ഞാനും, എന്നിൽ ഞാനായി നീയും, ഈ വിണ്ണിൽ നാമായി നാം മാത്രം. ഘടികാര സൂചികൾ പുറകിലേക്ക് ചലിച്ചിരുന്നെങ്കിൽ, പോയ കാലത്തിലേക്ക് തിരികെ ചെല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇന്നെൻ്റേതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് പല തെറ്റുകളും തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇന്നെൻ്റേതല്ലാത്ത പലരും പലതും ഇന്ന് എൻ്റേതായനെ. ആത്മവിശ്വാസം, അതെ ആത്മവിശ്വാസം. അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ലെന്ന് മാത്രം. ആകെ ഉണ്ടായിരുന്ന വിശ്വാസം അത് ആരോ എപ്പോഴോ എന്നിൽ നിന്നും വായ്പയായി വാങ്ങിയിരുന്നു. തിരികെ തന്നില്ല. ഞാനത് ചോദിച്ചു പോയതുമില്ല. എന്തോ ഇപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ്. എല്ലാത്തിനും മുകളിൽ നിന്റെ സന്തോഷമാണ് വലുതെന്ന് പറയുന്നവർക്ക് എന്തെളുപ്പം. സർ ലേപ്പിൽ റെഡ് കളർ കാണാനുണ്ട്. വിശ്വാസം അത് ആരോ വായ്പയായി വാങ്ങി. കുറക്കാലല്ലോ കണ്ടിട്ട്. എന്താ വിശേഷമൊക്കെ? എങ്ങനെ പോകും? ആ ഒറ്റയ്ക്കുള്ളോ? അവിടെ തന്നെ ഒറ്റയ്ക്കുള്ളൂ. ഞാനൊരു 3-4 തവണ ട്രൈ ചെയ്തല്ലോ നിന്നെ ഫോണിൽ. കിട്ടിയില്ല. ഡയറക്ടറി മുഷിപ്പനാടാ. ആണോ? ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല സെറ്റില്. സീനാണ് കുറച്ച്. എന്തത് യേശു ക്രിസ്തു. അതാണ് ഞാൻ ഹെയർ പറഞ്ഞില്ലേ. മറ്റേ പരിപാടി. എടാ ഞാൻ വന്നതേ നമ്മളന്ന് സംസാരിച്ച സബ്ജക്റ്റില്ലേ, ഞാനത് ഓണാക്കാനുള്ള പരിപാടിയാണ്. അടിപൊളി, സൂപ്പർ. എന്തൊക്കെയാ പ്ലാൻ ചെയ്യണേ? അതിപ്പോ നിന്റെ ഇതിന്റെ ഷെഡ്യൂൾ എങ്ങനെ നടക്കണേ? ഷെഡ്യൂള് 4 ദിവസം കൂടി ഉണ്ട്. ഇത് ആഡ് വന്നിട്ടുണ്ട്. ഹൈദരാബാദാണ് ഷൂട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസമാണ് നമ്മുടെ പരിപാടി? എത്ര ദിവസം ഉണ്ടാവും? നമുക്കൊരു അന്ന് പറഞ്ഞ പോലെ ഒരു 15 ദിവസത്തെ ഷൂട്ടൊക്കെ ഉണ്ടാവുള്ളൂ. മാക്സിമം പോകണമെങ്കിൽ ഒരു 20 ദിവസത്തെ പരിപാടി പിടിക്കാം. അതിലും കൂടില്ല. നമുക്ക് ഇന്റീരിയർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഫുൾ ഇന്റീരിയർ. അതെ അതെ അത് ചെയ്യാം നമുക്ക്. അപ്പം അടുത്ത മാസം ഒരു 9-10 റേഞ്ച് പിടിച്ചാലോ? ഡിസംബറിൽ എനിക്ക് തമിഴ്പ്പടം വന്നിട്ടുണ്ട്. ആണോ? റെഡി സാർ? ചെയ്യാം. ഷോട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ. ഓക്കെ. ശരി ശരി, ഞാൻ അവിടെ ഉണ്ടാവും. ശരിയാ. ഓക്കെ. ശരി. റെഡി സാർ, പോവാ. ഒരു